മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൽജിബ്രൈക്ക് എക്സ്പ്രഷൻ. ഒരു ആൽജിബ്രൈക്ക് എക്സ്പ്രഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 4pq² ഇൻറ്റു 3r. 4pq² ഇൻറ്റു 3r ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ്. 4pq² ഇൻറ്റു 3r. ഓക്കെ, നമ്മളെങ്ങനെ ചെയ്യും നോക്കിയേ. ഇവിടെ 4, പിന്നെ പിയുടെ ടൈമുണ്ട്, ക്യൂവിൻ്റെ ടൈമുണ്ട്, പിന്നെ ഇവിടെ എന്താണ് മൾട്ടിപ്ലൈ കഴിഞ്ഞതിന് ശേഷം ആറിൻ്റെ ടൈമാണ്. അത് നമുക്ക് ന്യൂമറിക് വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 4 ഇൻറ്റു 3 എന്താണ്? 4 ഇൻറ്റു 3 12 ആണ് അല്ലേ. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ട്? പി, ഒരു പി അല്ലേ ഉള്ളൂ, പി അതുപോലെ എഴുതി. ക്യൂ, വേറെ ക്യൂ ഒന്നുമില്ല, അപ്പോൾ q². ദെൻ ആർ, വേറെ ആറൊന്നുമില്ല, അപ്പോൾ 12pq² r. സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നോക്കി, 3d² മൈനസ് 2d ഇൻറ്റു 3d എന്ന് പറഞ്ഞാൽ ഈ 3d ആർക്കൊക്കെ കോമൺ ആണ്? 3d² കോമൺ ആണ്, 2dക്കും കോമൺ ആണ്. നമ്മൾ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് 3d ആദ്യം ഇതിനെ കൊണ്ട് ചെയ്യാം. 3d² ഇൻറ്റു 3d, 3d² ഇൻറ്റു 3d മൈനസ് മൈനസ് അതിനുശേഷം 2d ഇൻറ്റു 3d, 2d ഇൻറ്റു 3d. ഇത്രയും ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് നോക്കിയേ, a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n ആണ്. a⁻m പ്ലസ് n മനസ്സിലായോ? a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m പ്ലസ് n. എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. a⁻3 ഇൻറ്റു a⁻2 ആയിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ? a⁻3ക്ക് എന്ന് പറയുന്നത് a⁻m, a⁻2 എന്ന് പറയുന്നത് a⁻n ആയിക്കോട്ടെ. എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n അല്ലേ, അതായത് 3 + 2 എത്ര വരും? a⁻5. മനസ്സിലായോ? ഇതുപോലെ നമുക്കിനി ചെയ്യാം. നോക്കൂ, 3 അത് ന്യൂമറിക് വേരിയബിൾസ്. 3 ഇൻറ്റു 3 എന്ത് വരും? 9. ദെൻ d² ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എന്താണ്? d². ഇവിടെ d⁻⁻ ഒന്നുമില്ല അല്ലേ, 0 അല്ലല്ലോ. d⁻⁻ എത്രയാണ്? 1 അവിടെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 1 അവിടെ ഉണ്ട്. ഇപ്പോൾ d² ഇൻറ്റു d⁻1, അതായത് d⁻m ഇൻറ്റു d⁻n. എന്തായി? d⁻m പ്ലസ് n എന്ന് കൂടെ, അതായത് d⁻, ഇവിടുത്തെ 2 പ്ലസ് ഇവിടുത്തെ 1 എന്ത് വരും? 3. മനസ്സിലായോ? ദെൻ ഈ മൈനസ് 2 ഇൻറ്റു 3 എത്ര വരും? 6. d⁻1 ഇൻറ്റു d⁻1, അപ്പോൾ d⁻1 പ്ലസ് 1, അപ്പോൾ എന്ത് വരും? d⁻2. മനസ്സിലായോ? 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 5a² b ഇൻറ്റു 8a⁵5b³. ആദ്യം നമുക്ക് ന്യൂമറിക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 8 എത്ര വരും? 40. ഓക്കെ, ദെൻ a² ഇൻറ്റു a⁵5, അതായത് a⁻m ഇൻറ്റു a⁻n. 2ഉം 5ഉം അല്ലേ, എന്ത് വരും? a⁻m പ്ലസ് n, അതായത് a⁻2 പ്ലസ് 5 എത്ര വരും? 7. ശരിയല്ലേ? ഇനി അവിടെ എന്തുണ്ട്? ഇവിടെ b ഉണ്ട്, ഇവിടെയും b ഉണ്ട്. b ഇൻറ്റു b³ b⁻2 ഒന്നും എഴുതിയിട്ടില്ലല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട്? അവിടെ 1 ആണ്. b⁻1 ഇൻറ്റു b⁻3, ഇപ്പോൾ എന്ത് വരും? b⁻1 പ്ലസ് 3 അല്ലേ, b⁻4. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, a⁻3 ഇൻറ്റു a⁻5 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a⁻3 പ്ലസ് 5 പ്ലസ് 1, 3 പ്ലസ് 5 പ്ലസ് 1 എത്ര വരും? a⁻3 പ്ലസ് 5 8, 8 പ്ലസ് 1 9, a⁻9. മനസ്സിലായോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ 2x² ഇൻറ്റു 5x. നമുക്ക് നോക്കാം. 2 ഇൻറ്റു 5 എത്ര വരും? 2 ഇൻറ്റു 5 10. ദെൻ x² ഇൻറ്റു x⁻1. x⁻2 + 1 3. ശരിയല്ലേ? ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ -3x³ ഇൻറ്റു -4x². അതായത് നമുക്ക് ഈ ന്യൂമറിക് വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്യാം. -3 ഇൻറ്റു -4, 3 ഇൻറ്റു 4 എത്ര വരും? 12. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്, അപ്പോൾ +12. ഇനി എന്തുണ്ട്? x³ ഇൻറ്റു x², x⁻m ഇൻറ്റു x⁻n. ശരിയല്ലേ? x⁻m+n എടുത്താൽ പോരെ? അപ്പോൾ x⁻3 + 2 എത്ര വരും? 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. -2m⁻4 ഇൻറ്റു 6m⁻5. ന്യൂമറിക്ക് നോക്കാം. -2 ഇൻറ്റു 6 അല്ലേ? 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12. -2 ഇൻറ്റു +6 എന്ന് പറയുന്നത് എന്ത് വരും? ഒരു മൈനസും ഒരു പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? മൈനസ്. ഇനി m⁻4 ഇൻറ്റു m⁻5 അല്ലേ? അപ്പോൾ എന്തെഴുതാം? m⁻4 + 5 എടുത്താൽ പോരെ? 4 + 5 എന്ന് പറയുന്നത് 9. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. -4x² ഇൻറ്റു 8x⁻5. ആദ്യം നമുക്ക് ന്യൂമറിക്ക് ചെയ്യാം. -4 ഇൻറ്റു 8, 4 ഇൻറ്റു 8 എത്ര വരും? 32. ഒരു മൈനസ് നമ്പറും പോസിറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഇനി x² ഇൻറ്റു x⁻5, അതായത് x⁻2 + 5 x⁻7. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. p² q⁻3 ഇൻറ്റു 3 ഇൻറ്റു p³ ഇൻറ്റു q². ഇവിടെ ന്യൂമറിക് വേരിയബിൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 എഴുതി. ദെൻ p² ഇൻറ്റു p³ അല്ലേ? അപ്പോൾ p⁻2 + 3 5. ദെൻ q³ ഇൻറ്റു q². അപ്പോൾ q⁻3 + 2 5. 3p⁻5 q⁻5. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. -p ഇൻറ്റു -7 ഇൻറ്റു 4q² അല്ലേ? ഇവിടെ നോക്കിയേ. -7 ഇൻറ്റു 4, 7 ഇൻറ്റു 4 എന്ത് വരും? 28. ഒരു മൈനസ് ഇൻറ്റു പ്ലസ് നമ്പർ അല്ലേ? അപ്പോൾ എന്ത് വരും? മൈനസ്. ഇനി -p, വേറെ p ടൈംസ് ഒന്നുമില്ല, അപ്പോൾ -p. ദെൻ q². ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 28p q². ഇത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് നമ്മളൊരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. -28 - p ഇൻറ്റു q². ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഈ മൈനസും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 28 ആവും. നെക്സ്റ്റ്, ഡിവിഷൻ ഓഫ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 8x⁻15 ഡിവൈഡഡ് ബൈ 8x⁵. നമുക്കതിന് മുമ്പ് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇങ്ങനെയാണ് കിടന്നതെന്നിരിക്കട്ടെ. a⁻m ഡിവൈഡഡ് ബൈ a⁻n. ഇതിൽ 2 കണ്ടീഷനുണ്ട്. ഓക്കെ, ഇഫ് m ഈസ് ഗ്രേറ്റർ ദാൻ n, എന്നിനെക്കാട്ടി m ആണ് വലുത് എങ്കിൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n, അതിൽ m ആണ് വലുതെങ്കിൽ എന്ത് വരും? a⁻m - n എന്ന് വരും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് n ഈസ് ലാർജർ ദാൻ m ആണ് വലുതെങ്കിൽ നോക്കിയേ, a⁻m ബൈ a⁻n എന്നുള്ള കണ്ടീഷനിൽ n ആണ് വലുതെങ്കിൽ എന്ത് വരും? 1/a⁻n - m. അപ്പോൾ മോസ്റ്റ് കോമൺലി നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യൻസേ കൂടുതലും വരാറുള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. m ആണ് വലുതെങ്കിൽ a⁻m - 1 എന്ന് മാത്രം എടുത്താൽ മതി. n ആണ് വലുതെങ്കിൽ 1/a⁻n - m. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. 8x⁻15 ഡിവൈഡഡ് ബൈ 8x⁵. ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ന്യൂമറിക്കൽ വേരിയബിൾ മാത്രം എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. 8 ഡിവൈഡഡ് ബൈ 8. ഓക്കെ,
ദെൻ പിന്നെ അവിടെ എന്തുണ്ട്? എക്സ് റൈസ് ടു 15 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 5. ശരിയല്ലേ? 8/8 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1. പിന്നെ ഇൻറ്റു എക്സ് റൈസ് ടു 15 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 5. നോക്കിയേ, എക്സ് റൈസ് ടു 15 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 5. നോക്കിയേ, എക്സ് റൈസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എൻ അല്ലേ? എം ആണ് വലുതെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് റൈസ് ടു എം മൈനസ് എൻ ചെയ്താൽ മതി. നമുക്ക് നോക്കാം. എക്സ് റൈസ് ടു എം എന്ന് പറയുന്ന 15, എൻ എന്ന് പറയുന്ന 5. 15 മൈനസ് 5 എത്ര വരും? എക്സ് റൈസ് ടു 10. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 12x³ y² ഡിവൈഡഡ് ബൈ 4x²y. ആദ്യം നമുക്ക് ആ ന്യൂമറിക്കൽ ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 4. ഇനി ഇവിടെ എന്തുണ്ട്? x³ y² ഡിവൈഡഡ് ബൈ x²y അല്ലേ? 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്ര വരും? 3. ഓക്കെ. ദെൻ x³ എക്സ് റൈസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എം മൈനസ് എൻ. എക്സ് റൈസ് ടു 3 മൈനസ് 2. ഓക്കെ. y² ഡിവൈഡഡ് ബൈ y. അതും ഇതുപോലെ എഴുതാലോ. y റൈസ് ടു 2 മൈനസ് 1. 3 അതുപോലെ എഴുതി. എക്സ് റൈസ് ടു 3 മൈനസ് 2 എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് റൈസ് ടു 1. y റൈസ് ടു 2 മൈനസ് 1 എന്ന് പറയുന്നത് y റൈസ് ടു 1. അതായത് എന്ത് തന്നെയാണ്? 3xy. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ റൈസ് ടു 8 ഡിവൈഡഡ് ബൈ എ റൈസ് ടു 5. സിമ്പിൾ അല്ലേ? എന്താണ്? എ റൈസ് ടു 8 മൈനസ് 5 എത്ര വരും? എ റൈസ് ടു 3. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. -6m³ ഡിവൈഡഡ് ബൈ -3m. -6 ഡിവൈഡഡ് ബൈ -3 പിന്നെ എന്തുണ്ട്? m³ ബൈ m അല്ലേ? ഇത് ചെയ്യാം. മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. 6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 2. 2m³ ഡിവൈഡഡ് ബൈ m അല്ലേ? അതായത് 2m റൈസ് ടു 3 മൈനസ് 1 എന്ത് വരും? 2m². മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 9p റൈസ് ടു 12 ഡിവൈഡഡ് ബൈ -9p റൈസ് ടു 5. ന്യൂമറൽസ് നോക്കാം നമുക്ക്. 9 ഡിവൈഡഡ് ബൈ -9 ഇൻറ്റു p റൈസ് ടു 12 ഡിവൈഡഡ് ബൈ p റൈസ് ടു 5. 9 ബൈ -9 എന്ന് പറയുന്നത് 9/9 1 -1 അല്ലേ? ദെൻ p റൈസ് ടു 12 ഡിവൈഡഡ് ബൈ p റൈസ് ടു 5 -1 എന്തെഴുതാം? p റൈസ് ടു m ഡിവൈഡഡ് ബൈ p റൈസ് ടു n. p റൈസ് ടു m മൈനസ് n. അപ്പോൾ 12 മൈനസ് 5 -1 p 12 മൈനസ് 5 എന്ന് പറയുന്നത് p റൈസ് ടു 7. ശരിയല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 5/15 എക്സ് റൈസ് ടു 6/x². നമുക്ക് എഴുതാം. ന്യൂമറിൽ മാത്രം എടുത്ത് എഴുതാം. 5/15 പിന്നെ അവിടെ എന്തുണ്ട്? എക്സ് റൈസ് ടു 6 ഡിവൈഡഡ് ബൈ x². 5/15 അല്ലേ? 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/3 അതായത് 1/3യും പിന്നെ എക്സ് റൈസ് ടു 6/x². എക്സ് റൈസ് ടു m ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു n എന്തെഴുതാം? എക്സ് റൈസ് ടു m മൈനസ് n അല്ലേ? 1/3 അതുപോലെ എഴുതി. എക്സ് റൈസ് ടു 6 മൈനസ് 2 1/3 എക്സ് റൈസ് ടു 4. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ വരുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്ന ടോപ്പിക്ക്.